ഗൈസ്, നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് നന്നായാലോ? അതിനുവേണ്ടി ചോറ്റാനിക്കര വരെ പോകാനാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. ഞാൻ കുറേ നേരമായിട്ട് പോസ്റ്റ് ആയിട്ടുണ്ട്, അതെൻ്റെ ഫ്രണ്ട് ഗോപികേനെയും അമ്മേനെയും നോക്കിയിട്ട്. അങ്ങനെ ഗായ്സ്, സഞ്ജിത പെൺകുട്ടിയായിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ അടുത്ത് പെണ്ണാവരുത്. ബസ് കിട്ടി, അതിൻ്റെ ഒപ്പം നല്ല പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഒപ്പം ഒന്ന് പാടാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിന് മുമ്പേ നമ്മൾ സ്പോട്ടിലെത്തി. ഇറങ്ങിയപ്പം പൂവും മുല്ലപ്പൂക്കെ കണ്ടപ്പം മാതാശ്രീക്കൊരാഗ്രഹം മുല്ലപ്പൂ ചൂടണമെന്ന്. അങ്ങനെ നമ്മളവിടെ നിന്ന് മുല്ലപ്പൂ എല്ലാം ചൂടി അമ്പലത്തിൽ കയറാൻ പോയി. ഒരുപാട് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ച, പക്ഷെ നമ്മൾ അകത്തെല്ലാം കയറി മെയിൻ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. താഴെയായിട്ട് കീഴ്ക്കാവുന്നൊരു അമ്പലം കൂടി ഉണ്ട് അത്രേ. അവിടെ പോയി കഴിഞ്ഞാൽ ചന്ദനം കിട്ടും. പിന്നെ ഇവിടെയും കൂടെ തൊഴാന്ന് വിചാരിച്ചിട്ട് താഴേക്ക് വന്നു നമ്മൾ. താമരയുടെ കുറവ് വേണ്ട, നീ അതൊന്നും കേൾക്കരുത്. കുറേ നാൾക്ക് ശേഷം, ഏകദേശം 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് ഫുള്ള്. എല്ലായിടത്തും കയറി നമ്മൾ പ്രാർത്ഥിച്ചു. തിരിച്ചു പോകാൻ നേരം തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് കയറിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനക്കേടല്ലേ. അവിടെ എല്ലാം നോക്കിയിട്ട് എല്ലാത്തിനും പൈസ ഒക്കെ ചോദിച്ച് എടുത്ത പോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ചുമ്മാ വിളക്ക് വെക്കാനാണ്. ചുമ്മാ ഒരു 4-5 വിളക്ക് ഉണ്ട്, എന്നാലും ചുമ്മാ കുറച്ച് വിളക്ക് വെച്ചില്ലെങ്കിൽ സമാധാനാവില്ല. ഓടക്കൂടല് വേണോ? അമ്പലത്തിൽ കയറി നമ്മളെല്ലാം തൊഴുത് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫുഡ് കഴിക്കലാണ്. മെയിൻ ആണല്ലോ.